ടീം അംഗങ്ങളെ പ്രചോദിപ്പിക്കാനായി ചിലപ്പോൾ ചൂടാവുകയും ശകാരിക്കുകയും ഒക്കെ ചെയ്യുന്ന ക്യാപ്റ്റന്മാരെ നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷേ ക്യാപ്റ്റൻ ടീം അംഗങ്ങളെ ഇത്രയും സഭ്യമല്ലാത്ത വാക്കുകൾ ഉപയോഗിച്ചുകൊണ്ട് അഭിസംബോധന ചെയ്യാമോ? ഇങ്ങനെ പരിധി കടക്കാമോ ഹിറ്റ്മാൻ? ഉപയോഗിക്കുന്ന വാക്കുകൾ ഇത്രയും പരുഷമാക്കേണ്ടതുണ്ടോ? രോഹിത് ശർമ്മ നമുക്കറിയാം പൊതുവെ കൂളാണ്. മുംബൈയുടെ ക്യാപ്റ്റനായിരുന്ന സമയത്തൊക്കെ അദ്ദേഹം അഗ്രസീവിനൊപ്പം ഏതാണ്ട് ഒരു സംയമനം തന്നെ പാലിച്ചുകൊണ്ടായിരുന്നു ടീമിനെ നയിച്ചിരുന്നത്. എതിർ ടീമിലെ താരങ്ങളുമായി കൊമ്പ് കോർക്കാറുണ്ടെങ്കിലും തന്റെ ടീമിലെ താരങ്ങളുമായി കടുത്ത വാക്കേറ്റത്തിനൊന്നും അങ്ങനെ പോവാറുണ്ടായിരുന്നില്ല രോഹിത് ശർമ്മ. ലോക ക്രിക്കറ്റിലെ വളരെ കൂൾ ക്യാപ്റ്റന്മാരുടെ നിരയിൽ തന്നെയാണ് ഹിറ്റ്മാന്റെ സ്ഥാനം. പക്ഷേ ദേശീയ ടീമിന്റെ സ്ഥിരം ക്യാപ്റ്റനായി മാറിയതിനു ശേഷം പലപ്പോഴും രോഷം പ്രകടിപ്പിക്കുന്ന ടീം അംഗങ്ങളെ അത്രയും രൂക്ഷമായി ശകാരിക്കുന്ന രോഹിത്തിനെ നമ്മൾ പലതവണ കണ്ടിട്ടുണ്ട്. അങ്ങനെയുള്ള വീഡിയോകളൊക്കെ നമ്മൾ ഇതിനു മുമ്പ് വൈറലായിട്ടുണ്ട്. മുമ്പ് സിറാജിനെ ശകാരിക്കുന്നതും ഇഷാൻ കിഷനെ കണ്ണുരുട്ടി പേടിപ്പിക്കുന്നതും ഒക്കെ ആ രംഗങ്ങളൊക്കെ വൈറലായിരുന്നു. ഇപ്പോഴത്തെ ഇംഗ്ലണ്ടുമായി ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന രണ്ടാം ടെസ്റ്റിന്റെ രണ്ടാം ഇന്നിംഗ്സിൽ സ്വന്തം ടീം അംഗങ്ങളെ അധിക്ഷേപിച്ചതിന്റെ പേരിൽ പ്രതിക്കൂട്ടിലായിരിക്കുകയാണ് അദ്ദേഹം. ഇതിന്റെ വീഡിയോ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വലിയ രീതിയിൽ വൈറലായി മാറുകയും ചെയ്തിട്ടുണ്ട്. സംഭവം ഇങ്ങനെയാണ്. രണ്ടാം ദിനം ഇംഗ്ലണ്ട് 31 ഓവർ പൂർത്തിയായപ്പോൾ 4 വിക്കറ്റിന് 143 റൺസ് എന്ന നിലയിലുള്ളപ്പോഴായിരുന്നു സംഭവം നടന്നത്. 16 റൺസുമായി ആ സമയത്ത് ജോണി ബെയർസ്റ്റോയും ഒരു റണ്ണെടുത്ത ക്യാപ്റ്റൻ ബെൻ സ്റ്റോക്സുമായിരുന്നു അപ്പോൾ ക്രീസിലുണ്ടായിരുന്നത്. 31ാമത്തെ ബോൾ ഓവർ പന്തെറിഞ്ഞത് കുൽദീപ് യാദവ് ആയിരുന്നു. 5 റൺസാണ് അദ്ദേഹം ഈ ഓവറിൽ വിട്ടു നൽകിയത്. ആ ഓവർ പൂർത്തിയായ ശേഷമായിരുന്നു ടീം അംഗങ്ങളോടുള്ള രോഹിത്തിന്റെ അധിക്ഷേപം കലർന്ന വാക്കുകൾ സ്റ്റെം മൈക്കിൽ പിടിച്ചെടുക്കപ്പെട്ടത്. ടീം അംഗങ്ങളോടുള്ള രോഹിത്തിന്റെ ആ അധിക്ഷേപ വാക്കുകൾ എന്ന് പറയുമ്പോൾ അത് മലയാളീകരിക്കുമ്പോൾ അദ്ദേഹം പറഞ്ഞ വാക്കുകളുടെ കൃത്യമായ അർത്ഥം എന്ന് പറയുമ്പോൾ ആരെങ്കിലും ഗ്രൗണ്ടിൽ ഇങ്ങനെ ചുമ്മാ കറങ്ങി നടന്നാൽ ഒരുത്തിന്റെയും അമ്മയെ പോലും ഞാൻ വെറുതെ വിടില്ല എന്ന രീതിയിലുള്ള വാക്കുകളാണ് ഹിന്ദിയിൽ രോഹിത് ശർമ്മ ഉപയോഗിച്ചത്. അപ്പോൾ ആ വാക്കുകളാണ് ഇപ്പോൾ വിവാദമായിരിക്കുന്നത്. ഫീൽഡിങ്ങിൽ ചില പിഴവുകൾ ഇന്ത്യൻ താരങ്ങളുടെ ഭാഗത്തു നിന്നും സംഭവിച്ചിരുന്നു. ഇതിന്റെ ഭാഗമായിട്ടായിരുന്നു ടീമംഗങ്ങളോട് രോഹിത് ഈ രീതിയിൽ ഇത്തരം വാക്കുകൾ ഉപയോഗിച്ചുകൊണ്ട് ഇങ്ങനെ പെരുമാറിയത്, അല്ലെങ്കിൽ ഇങ്ങനെയുള്ള വാക്കുകൾ ഉപയോഗിച്ച് അധിക്ഷേപിച്ചത് എന്നാണ് കരുതപ്പെടുന്നത്. നമുക്കറിയാം രോഹിത് ശർമ്മ സമ്മർദ്ദത്തിലാണ്. കാരണം ഹൈദരാബാദിലെ ആദ്യ മത്സരത്തിൽ ഞെട്ടിക്കുന്ന പരാജയം ഏറ്റുവാങ്ങിയതിനാൽ അതിന്റെയൊക്കെ മാനസിക സമ്മർദ്ദം അദ്ദേഹത്തിന് ഈ ടീമിൽ നയിക്കുമ്പോൾ ഉണ്ടായിരുന്നു. ക്യാപ്റ്റൻ എന്ന നിലയിൽ ഇതിനകം കളിച്ച 3 ഇന്നിംഗ്സുകളിലും കാര്യമായി തിളങ്ങാൻ അദ്ദേഹത്തിന് സാധിക്കാതെ പോയതും അദ്ദേഹത്തെ വലയ്ക്കുന്നുണ്ട് എന്ന് നമുക്കറിയാം. അപ്പോൾ ഒരുപക്ഷെ ഇതെല്ലാം ആവും, ഇതിന്റെയൊക്കെ ഒരു ഔട്ട്ബേസ്റ്റ് എന്ന നിലയിലാവും ടീം അംഗങ്ങളെ രോഹിത് ശകാരിക്കാനുള്ള കാരണം. അങ്ങനെയാണ് ആരാധകർ പറയുന്നത്. അദ്ദേഹം ഈ തരത്തിൽ പക്ഷേ സ്വന്തം ടീം അംഗങ്ങളെ അധിക്ഷേപിച്ചതിൽ അതിനുശേഷം ആരാധകർ വലിയ രോഷം പ്രകടിപ്പിച്ചും രംഗത്തെത്തിയിട്ടുണ്ട്. സ്വന്തം ടീം അംഗങ്ങളെ അധിക്ഷേപിക്കുമ്പോൾ ഇത്തരം വാക്കുകൾ ഉപയോഗിക്കുന്നത് കൂളായിട്ടുള്ള കാര്യമല്ല എന്നാണ് അവർ രോഹിത് ശർമ്മയോട് പറയുന്നത്. ക്യാപ്റ്റൻസി എന്നത് അദ്ദേഹത്തിന്റെ തലക്ക് പിടിച്ചിരിക്കുകയാണ്. മുമ്പ് വിരാട് കോഹ്ലി എതിർ ടീമുകളെയായിരുന്നു അധിക്ഷേപിച്ചിരുന്നത്. പക്ഷേ രോഹിത് ശർമ്മ സ്വന്തം ടീം അംഗങ്ങളെ പോലും അധിക്ഷേപിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇത്തരമൊരു പെരുമാറ്റം ഇന്ത്യയുടെ ഒരു ക്യാപ്റ്റന്റെ ഭാഗത്തു നിന്ന് നമുക്ക് ഒരിക്കലും അംഗീകരിക്കാൻ സാധിക്കില്ല. ടീം അംഗങ്ങളോട് ഈ തരത്തിൽ തെറി പറഞ്ഞ രോഹിത്തിനെതിരെ BCCI തന്നെ ശക്തമായ നടപടി സ്വീകരിക്കണം. പിഴയടക്കം ചുമത്തിയെങ്കിൽ മാത്രമേ ഈ തരത്തിലുള്ള മോശം പെരുമാറ്റം അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്നും ഭാവിയിൽ സംഭവിക്കാതിരിക്കുകയുള്ളൂ എന്നാണ് ആരാധകർ ആ സമയത്ത് അദ്ദേഹത്തെ വിമർശിച്ചുകൊണ്ട് പറയുന്നത്. അതേസമയം അദ്ദേഹത്തെ സപ്പോർട്ട് ചെയ്തും ആരാധകർ വരുന്നുണ്ട്. അതൊരു കൊളോക്കിയൽ ഭാഷ മാത്രമാണ് എന്ന് പറയുന്നവരുമുണ്ട്. ഒരുപക്ഷെ ടീം അംഗങ്ങളും രോഹിത്തുമായുള്ള ബന്ധം നമുക്ക് അറിയില്ലാത്തത് കൊണ്ടാവും ഇത് നമുക്ക് അങ്ങനെ തോന്നുന്നത് എന്ന് പറയുന്നവരുമുണ്ട്. അതേസമയം ഇന്ത്യയുടെ ഒന്നാം ഇന്നിംഗ്സ് ടോട്ടലായ 396 റൺസിന് മറുപടിയിൽ ബാറ്റിംഗ് തകർച്ചയാണ് ഇംഗ്ലണ്ട് നേരിട്ടത്. രണ്ടാം ദിനം അവസാന സെഷനിൽ ഇംഗ്ലണ്ട് 253 റൺസിന് ഓൾ ഔട്ട് ആവുകയായിരുന്നു. ഇതോടെ 143 റൺസിന്റെ മികച്ച ഒന്നാം ഇന്നിംഗ്സ് ലീഡ് ഇന്ത്യ സ്വന്തമാക്കുകയും ചെയ്തു. ഇംഗ്ലണ്ട് ഇന്നിംഗ്സിൽ ഓപ്പണർ സാക് ക്രോളി ഒഴികെ അദ്ദേഹം 76 റൺസ് നേടുകയുണ്ടായി. മറ്റാരെയും അധിക നേരം ക്രീസിൽ നിൽക്കാൻ ഇന്ത്യൻ ബോളർമാർ അനുവദിച്ചില്ല. 78 പന്തിൽ 11 ഫോറും 2 6ഉം ഉൾപ്പെടെയായിരുന്നു ക്രോളിയുടെ ഇന്നിംഗ്സ്. 47 റൺസ് എടുത്ത നായകൻ ബെൻ സ്റ്റോക്സ് ആണ് മറ്റൊരു പ്രധാന സ്കോറർ ഇംഗ്ലണ്ടിനായി. 6 വിക്കറ്റുകൾ പിഴുത സ്റ്റാർ പേസർ ബുംറയാണ് ഇംഗ്ലീഷ് ബാറ്റിംഗ് നിരയെ തകർത്തത്. കുൽദീപ് യാദവിന് 3 വിക്കറ്റുകൾ ലഭിക്കുകയുണ്ടായി. അപ്പോൾ ഈ കഴിഞ്ഞ ദിവസത്തിന് ശേഷം രോഹിത്തിന്റെ സ്റ്റെം മൈക്കിൽ കുടുങ്ങിയ ഇതുപോലുള്ള അധിക്ഷേപകരമായ വാക്കുകൾ ഇപ്പോൾ വലിയ രീതിയിൽ തന്നെ സോഷ്യൽ മീഡിയയിൽ വലിയ രീതിയിൽ തന്നെ വിമർശനം നേരിട്ടുകൊണ്ടിരിക്കുകയാണ്.